ഹെവൻസ്, ത്രില്ലർ. ശരിക്കും ഇപ്പോൾ ഒരു ത്രില്ലർ സിനിമ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വലിയൊരു എക്സൈറ്റ്മെന്റോ കാര്യങ്ങളൊന്നും അങ്ങനെ പൊതുവെ ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് ഈ ഒരു പടം അന്വേഷിപ്പിൻ കണ്ടെത്തും, അതിന്റെ പേര് ഒന്നാമത്തെ കാരണം. പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിന്റെ ട്രെയിലർ എല്ലാം കണ്ടപ്പോൾ ഒരു തിയേറ്ററിലൊക്കെ പോയി കാണാനുള്ള സാധനം ഉണ്ടോ എന്ന് തന്നെ തോന്നിപ്പോകുന്ന രീതിയിൽ. അത് ഭയങ്കര പ്ലെയിൻ ഒരു ഡോക്യുമെന്ററി ഒക്കെ സ്റ്റൈൽ, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് നാച്ചുറൽ പോലെ. പിന്നെ അറിയാലോ ഒരുവിധമുള്ള എല്ലാ ത്രില്ലർ പാറ്റേണുകളും നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്തായിരിക്കും വെറൈറ്റി എന്നറിയാനുള്ളൊരു സംഭവം അതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമയെ വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ പോയത്. കാരണം വലിയ പ്രൊമോഷൻസ് ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു കേട്ടതും പ്രേമലുമാണ്. എല്ലാവരും ഫസ്റ്റ് പ്രേമലുമാണ് കാണാൻ, അതായിരുന്നു പ്രിഫറൻസ് കൂടുതൽ. പക്ഷെ ഞങ്ങൾ എന്തോ തോന്നി അറിഞ്ഞൂടാ, ഫസ്റ്റ് ഷോ ഇതായോണ്ടായിരിക്കും. പ്രേമല് കാണാനല്ലേ നീ വന്ന ഫസ്റ്റ് ഷോ ഇതായോണ്ടായിരിക്കും. എന്തായാലും ഞങ്ങൾ അന്വേഷിപ്പിൻ കണ്ടെത്തും സിനിമ കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്ന സംഭവമൊന്നും അല്ല പടം എന്ന് പറഞ്ഞത്. കണ്ടു കഴിയുമ്പോൾ മൊത്തത്തിൽ ആദ്യം തന്നെ പറയാം, കണ്ടു കഴിയുമ്പോൾ ഒരു ഡീസന്റ് മൂവി കണ്ട ഫീൽ, സാറ്റിസ്ഫൈയിങ് എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മളെ പ്രതീക്ഷകൾക്ക് അപ്പുറം മൂവി പോകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രത്യേക ലെവൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിലേക്ക് വരികയാണെങ്കിൽ മെയിൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും എടുത്ത് പറയുന്ന മിഥുൻ മാൽ തോമസിന്റെ സംഭവങ്ങളാണ്. പുള്ളിക്കാരൻ എന്താ നല്ല ന്യൂജൻ ലെവൽ, ഭയങ്കര ലബോറട്ടറി, ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ് ആണ് കണ്ടത്. ഈ ലാസ്റ്റ് ഓസ്ലറിൽ വരെ നമ്മൾ സാധാരണക്കാർക്ക് അറിയാത്ത ടെക്നിക്കൽ ടേംസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ആൾക്കാർ മനസ്സിലാവാത്തൊരു അതിശയം തന്നെ എന്ന് പറഞ്ഞിരുന്ന് കണ്ട് കിളി പോകുന്ന സംഭവമൊക്കെയാണ്. പക്ഷെ ഇവിടെ ഈ കഥ നടക്കുന്നത് 90കളിലാണ്, 90s. തുടക്കം ഒരു പോലീസ് സ്റ്റേഷൻ കാണിച്ചിങ്ങനെ മഴ പെയ്യുന്ന സീനാണ്. അപ്പോഴേ വണ്ടി ചേതക്ക് 90s 80s ചേതക്ക്, പഴയ ഓട്ടോ മറ്റേ ആർട്ട് വർക്ക് ഒക്കെ പോലെ നമ്മുടെ ബിനാലയിലൊക്കെ പോലെ സെറ്റപ്പാണ് ഇതൊക്കെ ഇരുന്നത്. അപ്പൊ വിചാരിച്ചു എന്റെ പൊന്ന് കയ്യിൽ നിന്ന് പോയോ. പിന്നെ ടോവിനോടെ ഒരു ലുക്ക്, ഒരു നാടക സെറ്റപ്പിലുള്ള സെറ്റപ്പല്ല, നേരത്തെ പറഞ്ഞ ടോവിനോ 2024 ബാക്കിയുള്ളവരെല്ലാരും 90s നിൽക്കുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു നമുക്കൊരു ഫസ്റ്റ് ഷോട്ട് ഒക്കെ കണ്ടപ്പം തോന്നുന്നു. വേറൊന്നും അല്ല, ടോവിനോടെ ഒരു നല്ല ഫിസിക്സ് കാരണമാണ്. ബാക്കി എല്ലാവരും പണ്ട് സ്റ്റീരിയോടൈപ്പാണ്, പണ്ടത്തെ ആൾക്കാരെല്ലാം ലൂസ് ഷർട്ട് ഒക്കെ ഇട്ടാണ് നടന്നത്. അപ്പം അതുകൊണ്ട് പക്ഷെ അതൊന്നും സിനിമയെ ബാധിച്ചിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ടു. ഓക്കെ, നമ്മളപ്പോൾ സിനിമയിലേക്ക് വരാൻ കുറച്ച് സമയം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സിനിമ എന്ന് വെച്ചാൽ ഫുൾ എന്താണെന്ന് അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി. സിനിമയുടെ ടൈറ്റിലൊക്കെ അന്വേഷിപ്പിക്കും കണ്ടത്. നമ്മളും ആ ട്രാക്കിൽ, അന്വേഷിക്കുന്ന ട്രാക്കിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഭയങ്കര ആക്ഷനൊക്കെ കാണുന്ന ആരാ സീറ്റഡ് ത്രില്ലർ എന്നൊന്നും അല്ല. നമ്മളെ ഉള്ളിലൊരു നമുക്ക് തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഈ പടത്തിന് പറ്റിയിട്ടുണ്ടല്ലേ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ ഒരു യൂഷ്വൽ ടെംപ്ലേറ്റ് ത്രില്ലർ തന്നെ. പക്ഷെ നമ്മൾ കണക്ട് ആവുന്നുണ്ട് ആ ക്യാരക്ടറും ഇൻസിഡന്റും അതെല്ലാം നമുക്ക് കണക്ട് ചെയ്ത് നമുക്കൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് മറ്റേ ഇപ്പൊ ന്യൂ ജനറേഷൻ നമ്മൾ കണ്ടുവന്ന ത്രില്ലറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് പഴയ കാലത്ത് നടക്കുന്ന സംഭവമാണ്. അപ്പൊ അന്നത്തെ അന്വേഷണങ്ങൾ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അന്ന് നമ്മൾ ടിപ്പിക്കലായിട്ട് ഈ സിനിമയിൽ കണ്ടുവരുന്ന വേറൊരു കഥാപാത്രമാണ് പോലീസുകാരൻ. ഒരു പോലീസിൽ തന്നെ അടിയുണ്ടാക്കുന്ന ടീംസ്, പോലീസിലെ മുകളിലിരിക്കുന്ന ആൾക്കാർ താഴെ ആൾക്കാരെ ചവിട്ടി തേക്കുന്നത്, അതൊക്കെ സൂപ്പർ. കോട്ടയം സ്പോയിലർ ഒന്നും അല്ല, പക്ഷെ സൂപ്പർ ആയിരുന്നു. നമുക്ക് ദേഷ്യം തോന്നും ഇങ്ങനെ മനസ്സിൽ അവരുടെ. അത് സ്ഥിരം കണ്ട സാധനമാണ്. പക്ഷെ ഈ സിനിമയിൽ നല്ലൊരു കൺവിൻസിംഗ് ആയിട്ട് തന്നെ ആ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അറിയാലോ, സ്ഥിരം നായകൻ ഇങ്ങനെ ആയിരിക്കും. നായകനെതിരെ നിൽക്കുന്ന പോലീസുകാരെല്ലാം അവരെയൊക്കെ ഇത് ചെയ്തിട്ട് അങ്ങനെ വിജയിക്കുന്ന ഒരാളല്ല ഇതില് ടോവിനോ തോമസ്. പോയി ബിരിയാണി വാങ്ങിച്ചോണ്ട് വാടാ എന്ന് പറയുമ്പോ ശരി സാർ ഞാൻ അന്വേഷണം നിർത്തി ബിരിയാണി വാങ്ങിച്ചോണ്ട് കൊടുക്കുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടൊരു പോലീസുകാരൻ എങ്ങനെ നിൽക്കുമോ അങ്ങനെയുള്ള സെറ്റപ്പാണ്. മെയിനായിട്ട് എല്ലാവർക്കും കണക്ട് ആണ്, റിയലിസ്റ്റിക് ആണ്. അമാനുഷികമായിട്ടുള്ള തെളിവുകളോ ഒന്നുമില്ല, എല്ലാം നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ അതിനെ കൊണ്ട്. അതുകൊണ്ടാണ് ആയിരിക്കാം സിനിമ കുറച്ച് എൻഗേജിങ് ആവും. അപ്പോൾ നമ്മൾ ഈ ന്യൂ ജനറേഷൻ ത്രില്ലറൊക്കെ കാണുമ്പോൾ നമ്മൾ അധികം അങ്ങോട്ട് ചിന്തിക്കത്തില്ല. കാരണം എല്ലാ അന്വേഷണം കണ്ണൂർ സ്ക്വാഡൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടായിരുന്നത് അതിൽ മെയിൻ ഒന്നും അവരുടെ ഒരു ഇതായിട്ട് തോന്നില്ല. എല്ലാം ക്യാമറ എടുക്കുന്നു, ഫോൺ ട്രാക്ക് ചെയ്യുന്നു, അതൊക്കെ സ്ഥിരം സംഭവങ്ങളല്ലേ. നേരിൽ പോലും ക്യാമറ എത്രയൊക്കെ നടന്നിട്ടും അവസാനം ഹോട്ടലിലെ ക്യാമറ വെച്ച് തന്നെയല്ലേ കണ്ടുപിടിച്ചത്. അതൊക്കെ ലാസ്റ്റ് ഇത്രയും കൊണ്ടുവരുമ്പോൾ ഒരു വലിയ സംഭവമായിട്ടൊന്നുമില്ല. പക്ഷെ ഇതിൽ വരുമ്പോൾ അതൊന്നുമല്ല, അന്നത്തെ കാലത്തെ സംഭവങ്ങളാണ്. അതൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഒരു പോലീസുകാരൻ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്വിസ്റ്റ് എന്ന് വെച്ചാൽ സാറ്റിസ്ഫൈഡ് ആണ്. എന്ന് വെച്ചാൽ ആ ട്വിസ്റ്റ് അവർ കൊണ്ടുവന്നതും നമ്മൾക്കത് കൺവേ ചെയ്തതും ഇഷ്ടപ്പെട്ടത്. പിന്നെ മലയാള സിനിമയിൽ അങ്ങനെ മുമ്പൊന്നും പരീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു കഥാ പാറ്റേൺ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ
ഒരു സ്റ്റോറി, സെക്കൻഡ് ഹാഫിൽ വേറൊരു സ്റ്റോറി. ഇത് മെയിനായിട്ട് പാളിപ്പോവാൻ ഭയങ്കര ചാൻസ് ഉള്ള സംഭവമായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് ഈ ഒരേ സമയം തന്നെ ഒരേ ലൊക്കേഷനും ഒരേ സ്റ്റോറി ലൈനിലും തന്നെ കണ്ട് ഇരിക്കുന്ന സിനിമകളുടെയൊക്കെ അവസ്ഥ നമുക്കറിയാമല്ലോ ഈ ഇടയായിട്ട് വരുന്നത്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മടുക്കും, ഒന്നും എൻഗേജിങ് ആയിട്ട് ഒന്നുമില്ല, ആ ഗ്രിപ്പ് പോകും. പക്ഷെ ഇതെന്ന് വെച്ചാൽ 2 ലൊക്കേഷനേ ഉള്ളൂ. 2 ലൊക്കേഷൻ മീൻസ് മെയിനായിട്ട് പ്ലോട്ട് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ, 2 പ്ലേസ് പേരുകൾ, സിമ്പിൾ ആയിട്ടുള്ള 2 സ്ഥലത്ത് നടക്കുന്ന കഥയാണ്. അതിനെ ഭയങ്കര ഓവർ ലൊക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് കുറെ കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട് സിനിമയ്ക്കകത്ത്. ഇഷ്ടംപോലെ കഥാപാത്രം വന്നു പോകുന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് മീനിങ്സ് ഉണ്ട്, അർത്ഥമുള്ള കഥാപാത്രങ്ങളല്ല. അപ്പൊ ടോട്ടലി പറയുകയാണെങ്കിൽ സിമ്പിൾ ആണ്. ഒരു 2 അന്വേഷണം ഇതിൽ നടക്കുന്നുള്ളൂ. ഒരു ടിക്കറ്റിൽ 2 സിനിമ ഫീല്. 2നും ഒരു പർപ്പസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ കാണുക എന്താണ് സിനിമയില് മെയിനായിട്ട് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇത്രയും ചെയ്തിട്ടും അവരെ അംഗീകരിക്കാതെ പോകുന്ന കുറെ പോലീസുകാരുണ്ട്. അവരോട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ പറയാം സിനിമ. അത് തന്നെ. അപ്പൊ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നായകൻ ടോവിനെ ഒരു നായകനായിട്ട് കാണാൻ പറ്റില്ല. ഒരു റിയൽ പോലീസ് ലൈഫ്, കണ്ണൂർ സ്ക്വാഡിലൊക്കെ ഒരു റിയലിസ്റ്റിക് സംഭവം. പക്ഷെ കണ്ണൂർ സ്ക്വാഡ് ഇത്തിരി സിനിമാറ്റിക് എലമെന്റ്സ് ഒക്കെ കേറിയിട്ടുണ്ടല്ലോ. സ്ക്വാഡ് ഉണ്ട്, ഒരു 4 പേരടങ്ങുന്നത്. പക്ഷെ ഇതിൽ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ തന്നെ നാച്ചുറലി നമുക്ക് അവരോട് തോന്നുന്നൊരു എമ്പതി അല്ല, സിമ്പതി. ഒന്നും സിനിമാറ്റിക് ആയിട്ട് ഒരു സിറ്റുവേഷൻസ് ഉണ്ടാക്കാതെ തന്നെ നമുക്ക് ആ സിനിമയോടൊരു ഇത് മാസായി തോന്നുന്ന സീൻസ് ഒക്കെ ഇല്ലേ. മറ്റേ ടോവിനോ ഒരു സിമ്പിൾ ഡയലോഗ്സ് കൊണ്ടൊക്കെ സ്കോർ ചെയ്യുന്ന സംഭവങ്ങൾ കൊള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വലിയ സംഭവം എക്സ്പെക്ട് ചെയ്ത് പോകണ്ട. നിങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ്. അപ്പം ഇതാണ് ഞങ്ങളുടെ അന്വേഷിപ്പിംഗ് കണ്ടെത്തും എക്സ്പീരിയൻസസ്. പിന്നെ എന്തെങ്കിലും പറ, വേറെ ഒന്നുമില്ല. അടുത്ത പ്രേമലു കാണാൻ പോകണം. അപ്പൊ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ബൈ.